കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഞായറാഴ്ച നമുക്ക് വിവിധ ഇടങ്ങളിൽ രാവിലെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതിനുശേഷം നമ്മൾ വിശ്രമിച്ചു. അല്പസമയം ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ പാടി സ്തുതിക്കുവാനായി പോകുകയാണ്. വിശേഷിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചിലവഴിക്കുവാൻ കർത്താവ് നൽകിയതായ ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയെ ഓർത്ത് ഞങ്ങൾ ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ചെറിയാൻ ഡാനിയൽ, എൻ്റെ ഭാര്യ മിനി മോഹൻ ഗോഡ്വിൻ. ഞങ്ങൾ പത്തനംതിട്ടയിൽ അടുത്ത് കുഴിക്കാലായിൽ താമസിച്ച് മുണ്ടക്കയത്തുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് ഞങ്ങളെ ശുശ്രൂഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവദിന കൂട്ടായ്മ എന്ന് പറയുന്നതായ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതായ ജോസ് ബ്രദറിനോടുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ദൈവദിന കൂട്ടായ്മ എന്ന് പറയുന്നതായ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ രാത്രി അല്പസമയം നമ്മൾ ചിലവഴിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധി തലകളെ വണക്കി പ്രാർത്ഥിക്കാം. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി ഞങ്ങൾ അങ്ങയുടെ തിരുപാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. സംഭവബഹുലമായ ഒരു പകൽ ഞങ്ങളെ വിട്ട് കടന്നുപോയി. എന്നാൽ ഇതുവരെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾക്കുള്ളതിനെയൊക്കെ എന്റെ കർത്താവ് അവിടെയായി കാത്തു പരിപാലിച്ചത് ഓർത്ത് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ, ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ഒരുമിച്ച് ആത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ ചിലവഴിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ഒരു ക്ഷമാപണത്തോടുകൂടിയാണ് ഞങ്ങൾ എവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ തൊണ്ടയ്ക്ക് അല്പമല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ട്, കാലാവസ്ഥയുടെയും മറ്റും. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ദൈവനാമത്തിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഇത്രത്തോളം നമ്മളെ നടത്തിയ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകളും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പദവികളും ഇതിനെല്ലാം കാരണക്കാരൻ ഒരൊറ്റ വ്യക്തിയാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല, എത്ര ആരാധിച്ചാലും അത് അധികമാകുകയില്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, സ്തോത്രം പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും അത് മതി വരികയില്ല. ഈ പാട്ട് അങ്ങനെ അർത്ഥം വരുന്ന ഈ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നന്ദി കരയറ്റാം. അങ്ങനെ അർത്ഥം വരുന്ന ഒരു പാട്ട് ആദ്യമായി ശ്രവിച്ചാൽ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും
ഓർപ്പിച്ചതുപോലെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ, അല്ല ഏത് സാഹചര്യത്തിലാണോ നിങ്ങളായിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദൈവത്തിനൊരു സ്തോത്രം പറയാൻ പറ്റുമോ? കർത്താവേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹത്തിനായി സ്തോത്രം, നീ തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെന്ന് ഇന്ന് രാത്രി നമുക്ക് പറയുവാനായിട്ട് കഴിയണം. അതെ, ഈ കർത്താവിന്റെ സ്നേഹം നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. നോക്കിയ, ദൈവമായിരുന്നവൻ, ദൈവത്തോട് സമത്വമായിരുന്നവൻ, അതെല്ലാം ഒഴിച്ചതിന് ശേഷം, അതെല്ലാം വിട്ടതിന് ശേഷം എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു മനുഷ്യ രൂപത്തിലായി, ഒരു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മളെ അവൻ വീണ്ടെടുക്കുവാനിടയായി. അത് വർണ്ണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പല ദൈവദാസന്മാരും പറയുന്നത് പോലെ മനുഷ്യന്റെ വാക്കുകളാൽ അത് വർണ്ണിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല എങ്കിലും ഒരു ദൈവദാസൻ തനിക്ക് കൊടുത്ത ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അത് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഈ കർത്താവിന്റെ കരുണയുടെ മഹാത്മ്യം നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല. ഞാൻ നമ്മെ ഓർപ്പിച്ചതുപോലെ ഈ കർത്താവാണ് നമ്മളെ വീണ്ടെടുത്തത്. ദൈവമായിരുന്ന കർത്താവ് വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, അവൻ നമ്മുടെ ആത്മാവിനെ മാത്രമല്ല വീണ്ടെടുത്തത്, അവൻ നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഈ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമല്ല ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, നമ്മുടെ ശരീരങ്ങൾ നമ്മുടെ സ്വന്തമല്ല, അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ശരീരം കൊണ്ട് നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശരീരം നമ്മുടെ സ്വന്തമല്ല. ഇതൊരുവൻ വിലയ്ക്ക് വാങ്ങി, ഒരുവൻ വീണ്ടെടുത്ത് അവൻ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? കൊരിന്ത്യ ലേഖനത്തിന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അതുകൊണ്ട് ആ വീണ്ടെടുപ്പിനെ ഓർത്ത് നമുക്ക് ഇന്ന് രാത്രി നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം. ഞങ്ങൾ പാടുന്ന പാട്ടുകളെല്ലാം തന്നെ പഴയ പാട്ടുകളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും സാധിക്കുമെങ്കിൽ കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത പാട്ട് കേൾക്കാം.
ഈ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ ദിവസവും നമ്മളെ നടത്തുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി കർത്താവ് നടത്തിയതുപോലെ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ അല്ലെങ്കിൽ ചിറകിന്റെ മറവിലാണ് ദൈവം കർത്താവ് നമ്മളെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറക് കീഴിൽ പരിപാലിക്കുന്ന പോലെ കർത്താവ് നമ്മളെ പരിപാലിച്ചുകൊണ്ട് നടക്കുകയല്ലേ. അത് ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. മാത്രമല്ല അവൻ നമ്മളെ നടത്തുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ സ്തോത്രം, ചുരുക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. രോഗം വരുമ്പോൾ അവൻ നല്ലൊരു വൈദ്യനായി കൂടെ ഇരുന്ന് അവൻ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമല്ലേ. ഞങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിന്റെ ജീവിതത്തിലും ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, ഞങ്ങൾ പ്രാർത്ഥിച്ച ഒന്നിലധികം സമയങ്ങൾ രോഗസൗഖ്യം അനുഭവിച്ച വ്യക്തികളാണ് ഞങ്ങളുടെ കുടുംബമായും വ്യക്തിപരമായി ഞങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ സ്ഥലം ദൈവത്തിനൊരു പ്രശ്നമല്ല, ദൂരം ദൈവത്തിനൊരു പ്രശ്നമല്ല, സന്ദർഭം ദൈവത്തിനൊരു പ്രശ്നമല്ല, സാഹചര്യം ദൈവത്തിനൊരു പ്രശ്നമല്ല. ഇന്ന് രാത്രി വിശ്വസിക്ക്, അവൻ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഏത് തടസ്സങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും സ്തോത്രം, ആ ബുദ്ധിമുട്ടുകളെ മാറ്റി സ്തോത്രം, തടസ്സങ്ങളെ മാറ്റി അവൻ നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമാണ്. നമ്മുടെ കാലുകൾ ഇടറുമ്പോൾ ഹല്ലേലൂയ, പത്രോസിന്റെ കരത്തിന് മുറുകെ പിടിച്ചതുപോലെ അവൻ നമ്മളെ മുറുകെ പിടിച്ച് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വീണ്ടും നമുക്ക് ആത്മാവിൽ സന്തോഷത്തോടെ അങ്ങനെ അർത്ഥം വരുന്നതായ ഒരു പാട്ടോടെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ശബ്ദത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്, പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തെ പാടി ആരാധിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എന്നെ സാന്ത്വനമായി
പാട്ടുകാരും പാടിയിരിക്കുന്ന പോലെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കൃപ ഞങ്ങൾക്ക് മതി. അവിടുത്തെ കൃപ ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകണമേ. നോഹയെയും കുടുംബത്തെയും സംരക്ഷിച്ച ദൈവത്തിന്റെ കൃപ നമുക്ക് മതി. മറിയോട് ഇടപെട്ട ദൈവത്തിന്റെ കൃപ നമുക്ക് മതി. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, തന്നെ കുത്തിക്കൊണ്ടിരുന്നതായ, തന്നെ അലട്ടിക്കൊണ്ടിരുന്നതായ ആ ശൂലം മാറ്റുവാനായി സ്തോത്രം. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയാണ് നമുക്ക് ആവശ്യം. നമ്മളെ നോഹയെയും കുടുംബത്തെയും സംരക്ഷിച്ചതുപോലെ നമ്മളെയും നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെ എല്ലാം സംരക്ഷിക്കുന്നത് ഈ ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. മറിയയ്ക്ക് കൃപ ലഭിച്ചതുപോലെ, പൗലോസിന് കൃപ ലഭിച്ചതുപോലെ ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ആ കൃപ ലഭിച്ചതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിന്നെയോ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇതുപോലെ കവിഞ്ഞൊഴുകുന്ന ഒരു ദൈവകൃപ ഞങ്ങളിലേക്ക് പകരണമേ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപ തന്ന് കർത്താവ് വേഗം വരാനായിട്ട് പോകുകയാണ്. ആകയാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മളെ രക്ഷിച്ചവനായ, നമുക്ക് കൃപ തന്നവനായ, നമ്മളെ സ്തോത്രം വീണ്ടെടുത്തവനായ ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ നമ്മൾ എടുക്കപ്പെടുമോ? കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കുന്നതായ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഭൂവിൽ തിരികെ വരും
ദ ലോർഡ്. ഈ കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ നമ്മൾ അവനെ തേടി ചെന്നതല്ല, അവൻ നമ്മളെ തേടി വന്നതാണ്. നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ദോഷികളായിരുന്നു. ഒരുപക്ഷെ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ സ്വന്തക്കാരും ബന്ധുക്കാരും മാതാപിതാക്കളും സഹോദരങ്ങളും തള്ളിക്കളഞ്ഞവനായിരുന്നു ദാവീദ്. പക്ഷെ ദൈവം അവനെ തെരഞ്ഞെടുത്ത പോലെ എന്നെയും നിങ്ങളെ ദൈവം അവൻ തെരഞ്ഞെടുത്തു. പൗലോസിനെയും പത്രോസിനെയും സപ്പോസന്മാരെ തെരഞ്ഞെടുത്തതുപോലെ, പഴയ നിയമ ഭക്തന്മാരെ തെരഞ്ഞെടുത്തതുപോലെ, ഒന്നിനും കൊള്ളാത്തവരായിരുന്നു നമ്മളെ, എന്നെയും നിങ്ങളെ, പാപികളായിരുന്ന ദോഷികളായിരുന്ന എന്നെയും നിങ്ങളെയും തേടി വന്ന് അവൻ തിരഞ്ഞെടുത്ത് ഇന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി. എവിടെ മുദ്രൂത്തി പ്രാർത്ഥിച്ചാലും അവിടെ ഇറങ്ങി വരുവാൻ തക്കവണ്ണം സ്വർഗവും നമുക്കും തമ്മിൽ ഒരു ബന്ധം ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. ആ നമ്മളെ തേടി വന്നതായ ആ കർത്താവിന്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നതായ ഒരു പാട്ടോടെ നമുക്ക് പ്രാർത്ഥനയോടെ കേൾക്കാം. സ്തോത്രം. Do
നമ്മുടെ എല്ലാവരുടെയും ഒരു സാക്ഷ്യമാണ്. സ്തോത്രം. നമ്മൾ ദോഷികളായിരുന്നു, കർത്താവ് നമ്മളെ തേടി വന്നു. നമ്മൾ യോഗ്യതയില്ലാത്തവരായിരുന്നു, കർത്താവ് നമുക്ക് യോഗ്യത നൽകി. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്തു. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ കൃപയാൽ നമ്മളെയും ദൈവം തെരഞ്ഞെടുക്കുവാനിടയായി. അത് ഓർത്താണ് ഇന്ന് രാത്രി നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും തന്നെ, അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദൈവവേദനും പറയാൻ പറ്റത്തില്ല, എന്റെ ക്വാളിഫിക്കേഷനും കൊണ്ടാണ്, എന്റെ യോഗ്യത കൊണ്ടാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. അവൻ നമ്മളെ തെരഞ്ഞെടുത്തത് അവന്റെ കൃപ കൊണ്ട് ഒന്ന് മാത്രമാണ്. അവൻ നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ശിഷ്ടായുസ്സും മുഴുവനും കർത്താവിന് ഹിതമുള്ള ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി നമ്മളെ തന്നെ സമർപ്പിക്കാം. മാത്രമല്ല, ഇവിടുത്തെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. നമുക്കൊരു അക്കരെ ഒരു നാടുണ്ട്. ഇവിടുത്തെ താൽക്കാലികമായി ജീവിതം കഴിഞ്ഞ് നിത്യമായി വസിക്കുന്നതായ ഒരു അക്കരെ നാടിനെ നോക്കിയാണല്ലോ നമ്മൾ പാർക്കുന്നത്. അങ്ങനെ പ്രത്യാശ ഉണർത്തുന്നതായ നമുക്ക് എല്ലാവർക്കും സുപരിതമായ വേറൊരു ഗാനം കൂടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് കേൾക്കാം. സ്തോത്രം.
പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മാവിനാൽ അക്കരെ നാട് കാണുവാനിടയായി തീരണം. സ്തോത്രം. പാട്ടുകാരൻ വർണ്ണിച്ചിരിക്കുന്നതായ ആ വർണ്ണശമ്പളമായ അവസ്ഥകളെ കുറിച്ച്, ആ മനോഹാരിതകളെ കുറിച്ച് നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് നമ്മൾ അവിടാണ് പാർക്കാൻ പോകുന്നത് എന്ന് ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതെ, നമ്മളെ വീണ്ടെടുത്തവനായ, നമ്മളെ രക്ഷിച്ചവനായ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ആ കർത്താവിനെ എനിക്ക് മുഖാമുഖം ഒന്ന് കാണണം. വളരെ നാളുകളായി നമ്മൾ കാണാത്തതായ ഒരു വ്യക്തിയെ വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ, എയർപോർട്ടിൽ വെച്ച് അവരെ കാണുമ്പോൾ എത്ര സന്തോഷമാണ് അവിടെ ബന്ധുമിത്രാദികൾക്ക്. ഈ ലോക മനുഷ്യർ അന്യോന്യം വളരെ നാളുകളായി കാണാതിരുന്നിട്ട് കാണുമ്പോൾ അത്രമാത്രം സന്തോഷമുണ്ടെങ്കിൽ, സ്തോത്രം, ഏറെ നാളുകളായി നമ്മൾ നോക്കി നിൽക്കുന്നതായ, നമ്മൾ കാത്തിരിക്കുന്നതായ, പ്രത്യാശയോടിരിക്കുന്നതായ, സ്തോത്രം, ആ തേജസ്സേറിയ നമ്മുടെ കർത്താവിന്റെ മുഖം ഒന്ന് കാണുവാൻ എത്ര വാഞ്ചയാണ്, എത്ര ആഗ്രഹമാണ് നമുക്കുള്ളത്. ആ പാട്ടുകാരൻ വർണ്ണിച്ചിട്ടുണ്ട് അതിനെ പറ്റി. ഇന്ന് രാത്രി ആ പാട്ടൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അറിയാവുന്നവരെല്ലാവരും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അല്ലെ ആ സാഹചര്യത്തിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടി ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശത നമ്മുടെ കർത്താവിനെ ഒന്ന് കാണണം. സ്തോത്രം. നമ്മുടെ കർത്താവിനെ മുഖാമുഖം ഒന്ന് കാണണം. ഇതൊക്കെ പാടുമ്പോൾ സ്തോത്രം, ആ സത്യത്തിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിനെ മുഖാമുഖം ഒന്ന് കാണണം. സ്തോത്രം. ആ നിമിഷം നമ്മൾ മനസ്സിലൊന്ന് ചിന്തിക്കണം, ആത്മാവിലൊന്ന് കാണണം. ഇത്ര നാൾ കാണാതിരുന്ന ആത്മാവിൽ, അക്ഷരീയമായി കാണാതിരുന്ന ആത്മാവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ സ്തോത്രം തള്ളിക്കളയുന്നില്ല, അതൊക്കെ സത്യമാണ്. പക്ഷേ വ്യക്തിപരമായി പേഴ്സൺ ഫേസ് ടു ഫേസ് നമ്മുടെ കർത്താവിനെ കാണുന്ന അനുഭവം അത് വർണ്ണിക്കുവാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ അല്പസമയങ്ങൾ, ഈ സമയം വരെയും കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നായിരുന്നല്ലോ. നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതായ പാട്ടുകളാണ്, പഴയ പാട്ടുകളാണ് ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഒരു പാട്ടോടെ പാടി നമ്മൾ കർത്താവിനെ സ്തോത്രം പാടി ആരാധിക്കാൻ പോവുകയാണ്. വളരെ പഴയ ഒരു പാട്ടാണ് പാടാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. യേശു മഹോന്നതനെ എന്നുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. എല്ലാവരും കരങ്ങളെ അടിച്ച് പാടി നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Hallelujah.
ഇന്ന് രാത്രി അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. അനേകർ ആഗ്രഹിച്ചിട്ടും ഇത് ലഭിക്കാതെ ഇരുന്നപ്പോൾ ഇന്ന് രാത്രി ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതേ, നമ്മുടെ കർത്താവ് വരുവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. തിരുവചനത്തിന്റെ പ്രവചന നിവർത്തീകരണങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർത്തുകൊണ്ടിരിക്കുന്നു. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ സ്തോത്രം ഹല്ലേലൂയ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വരവിന് മുമ്പിലുള്ള ലക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശയെ നമുക്ക് പുതുക്കാം. കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ ഇന്ന് വിശുദ്ധിയോടെ വേർപാടോടെ നമുക്ക് അവന് വേണ്ടി നോക്കി പാർക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രി നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അങ്ങയുടെ സന്നിധി പാടി ആരാധിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ പാടിയതുപോലെ, ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ അവിടുത്തെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ തന്നെ കണ്ട് ഉണർന്ന് വിശുദ്ധിയോടെ വേർപാടോടെ അവിടുത്തെ വരവെങ്കിൽ നോക്കി പാർക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി അടിയങ്ങളോടൊപ്പമായിരുന്ന എല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങൾ അപേക്ഷിച്ചവരുണ്ട്. തലമുറയുടെ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്ന അപേക്ഷിച്ചവരുണ്ട്. ഇന്ന് രാത്രി ആ വിഷയം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അതിന് ദൈവത്തിന്റെ നീതിയുള്ള കരം ഒന്ന് തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി സ്വർഗത്തിലെ കലവറ തുറന്ന് അവരെ അനുഗ്രഹിക്കുകയും ഏത് വിഷയത്തിന്മേൽ അവർ ഭാരപ്പെടുന്നു ഇന്ന് രാത്രി ദൂതനെ അയച്ച് ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം അവരെ തൊടുമാറാകണമേ. ഞങ്ങൾ അനുഭവിച്ചവരാണല്ലോ ഇന്ന് രാത്രി. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു എന്ന് അവരെ സ്പർശിച്ച് രോഗസൗഖ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടെ നെടിയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങളുമായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കടന്നു വന്ന് ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ സഭകളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവദിന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പ്രിയ ജോസ് ബ്രദറിനായി സ്തോത്രം. ഇത് നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എളിയവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാല് സ്തോത്രം. മഹത്വം അവിടുത്തെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദൈവദിന കൂട്ടായ്മയിലുള്ള സകല പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.